ഭിന്നശേഷി സംവരണ വിഷയത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ. NSSന് അനുകൂല ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച അനുകൂല നിയമോപദേശം സർക്കാരിന് ലഭിച്ചു. ഉടൻ സർക്കാർ ഉത്തരവിറക്കും. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ആ ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുകയാണോ? നൗഫൽ, കഴിഞ്ഞ ദിവസം മീഡിയ വൺ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. 2 ആഴ്ചക്കകം തന്നെ സർക്കാർ തീരുമാനമെടുക്കും, സുപ്രീം കോടതി വിധിക്കായി കാത്തുനിൽക്കില്ല എന്നുള്ളതായിരുന്നു മീഡിയ വണ്ണോട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ തീരുമാനം ഇപ്പോൾ വരികയാണ്. എന്തായാലും 12 മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനകത്താണ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ NSS നേരത്തെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയാണ് NSSന് അനുകൂലമായൊരു വിധി സമ്പാദിച്ചത്. ആ വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും നടപ്പിലാക്കാനുള്ള നിയമോപദേശമാണ് നിലവിലിപ്പോൾ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിറക്കാനാണ് നിലവിലിപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം അത് ക്രിസ്തീയ മാനേജ്മെന്റുകളും മറ്റ് മാനേജ്മെന്റുകളും ഒക്കെ നടത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് NSS അനുകൂല വിധി അത് തങ്ങൾക്കും ബാധകമാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനമായ ആവശ്യം. ഇക്കാര്യത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് KCBCയും ഒപ്പം തന്നെ ക്രിസ്തീയ സംഘടനകളും ഒക്കെ ആവശ്യമുന്നയിക്കുകയും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുള്ളത്. നിലവിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തന്നെ നൽകിയൊരു റിവ്യൂ ഹർജി നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ തീരുമാനം ആകും വരെ ഇപ്പോൾ ഇറക്കുന്ന ഉത്തരവ് അത് നടപ്പിലാക്കില്ല. സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് മാനേജ്മെന്റുകളെ അറിയിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഭിന്നശേഷി നിയമനം അത് ഹൈക്കോടതിയാണ് അക്കാര്യത്തിൽ കർശനമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത്. അതായത് ഭിന്നശേഷി നിയമനം നടത്തി പൂർണ്ണമാകാതെ ജനറൽ അധ്യാപകരെ കൂടി നിയമിക്കരുത് എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കുള്ള നിർദ്ദേശമായി ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. അത് മറികടക്കാൻ ആ ഘട്ടത്തിൽ സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിരുന്നില്ല. പിന്നീടാണ് NSS ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിൽ അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തത്. ആ വിധി പക്ഷേ മറ്റ് മാനേജ്മെന്റുകൾക്ക് നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു സർക്കാരും അന്ന് കോടതിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ AGയുടെ നിയമോപദേശം തേടിയ ശേഷമാണ് സർക്കാർ ഇക്കാര്യത്തിൽ റിവ്യൂ ഹർജി നൽകിയത്. ആ റിവ്യൂ ഹർജി പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് പരിഗണിക്കണമെങ്കിൽ കൂടുതൽ സമയമെടുക്കും. തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞായിരിക്കും അത് പരിഗണിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ സഭകൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിലിരിക്കെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത്. നേരത്തെ സർക്കാർ വ്യക്തമാക്കിയത് മാനേജ്മെന്റുകൾ തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിക്കട്ടെ എന്നായിരുന്നു. പക്ഷേ പ്രതിഷേധം കനത്ത സാഹചര്യത്തിലാണ് സർക്കാർ തന്നെ AGയുടെ നിയമോപദേശം തേടുകയും അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് സർക്കാർ പോകുന്നു. ആദ്യഘട്ടത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ചിരുന്ന സർക്കാർ പിന്നീട് ഘട്ടം ഘട്ടമായി വിട്ടുവീഴ്ചയിലേക്ക് വരികയും ഇപ്പോൾ ഒരു നിർണായകമായ നീക്കത്തിലേക്ക് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും അതിന് അംഗീകാരം നൽകുകയും അതൊരു ഉത്തരവായി ഇറക്കുകയും ചെയ്യുക. വിദ്യാഭ്യാസ വകുപ്പാണ് ഇക്കാര്യത്തിൽ ഉത്തരവിറക്കേണ്ടത്. എന്തായാലും അക്കാര്യം 12 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വിശദീകരിക്കുകയും ചെയ്യും. എന്തായാലും ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് നിലവിൽ എന്തായാലും സർക്കാർ നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഒരു ഉത്തരവായി ഇറക്കാൻ അല്പസമയം കൂടി എടുക്കും. നൗഫൽ, വിജിൻ തന്നെ സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും സർക്കാർ ഈ തീരുമാനത്തിലേക്ക്, ഇപ്പോൾ ഉത്തരവിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഈ നിർണായകമായ തീരുമാനം സുപ്രീം കോടതിയിൽ എത്രത്തോളം അന്തിമ തീരുമാനം വരുമ്പോൾ മറ്റ് മാനേജ്മെന്റുകൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. കാരണം ഈ സംവരണം നടപ്പിലാക്കുന്നതോടുകൂടി ഭിന്നശേഷി സംവരണ വിഷയം എല്ലാവർക്കും ബാധകമാക്കുന്നതോടുകൂടി അത് എത്രത്തോളം ഗുണകരമാവും ഈ മാനേജ്മെന്റുകൾക്കെല്ലാം? മാനേജ്മെന്റുകൾക്കും ഒപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്കും വലിയ ഗുണം ലഭിക്കുന്നത് തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ ഈ ജനറൽ വിഭാഗങ്ങളിൽ അധ്യാപക നിയമനം നടത്തണമെങ്കിൽ അത് ഭിന്നശേഷി സംവരണം ഉറപ്പാക്കിയ ശേഷം മാത്രമേ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ഹൈക്കോടതി വിധി. അതിൽ NSSന് മാത്രമാണ് സുപ്രീം കോടതി ഇളവ് നൽകിയത്. ഇക്കാര്യത്തിൽ നിയമപ്രശ്നങ്ങളുണ്ട്. നിലവിൽ സർക്കാർ റിവ്യൂ ഹർജി നൽകിയിരിക്കുകയാണ്. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുമ്പോൾ അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. പക്ഷേ അത് സുപ്രീം കോടതി ഈ റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ ഏത് തരത്തിൽ അക്കാര്യത്തിൽ ഇടപെടൽ നടത്തും എന്നുള്ളത്
എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കുക, പക്ഷേ അത് നടപ്പിലാക്കുന്നത് സുപ്രീം കോടതിയിലെ റിവ്യൂ ഹർജിയുടെ വിധിക്ക് ശേഷമായിരിക്കുമെന്ന് മാനേജ്മെന്റുകളെ അറിയിക്കാൻ, സമുദായ സംഘടനകളെ അറിയിക്കാനാണ് നിലവിൽ എന്തായാലും സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യം നടപ്പിലാവുകയുള്ളൂ. പക്ഷേ മാനേജ്മെന്റുകൾക്കും ഒപ്പം തന്നെ ഇതുമായി എതിർത്ത് പ്രതിഷേധമുയർത്തിയ സംഘടനകൾക്കും ഒക്കെ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോയി എന്ന പ്രതീതി ഉണ്ടാക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ്